വെൽക്കം ടു അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പം എന്താണ് കാര്യം? എന്താണ് കാര്യം? ആക്ച്വലി നമ്മൾ റിയാക്ഷൻ വീഡിയോയായിട്ട് വന്നേക്കാണ്. ബിക്കോസ് നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് കുറച്ച് അധികമായ സുഹൃത്തുക്കളെ. ഓക്കെ, അപ്പം വീണ്ടും എന്താണ് ടീസർ ആണോ ട്രെയിലർ ആണോ എന്താണ് സോങ് ആണോ എന്താണ്? നമുക്കിന്നൊരു ടീസർ കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, ആരുടെ മൂവി എന്ന് വെച്ചാൽ എല്ലാവരുടെയും ഒട്ടുമിക്ക ആൾക്കാരുടെ ഫേവറേറ്റ് ആണ്. പൃഥ്വിരാജ് സുകുമാരന്റെ പുതിയൊരു മൂവി ഗോൾഡ്. അൽഫോൺസ് പുത്രൻ. നമ്മുടെ അറിയാലോ, പ്രേമം അത്രയും ഹിറ്റ് ആയ റെക്കോർഡായ മൂവിയാണ് പ്രേമത്തിന്റെ. ഇതൊന്ന് പ്രേമം ടീം മൊത്തത്തിൽ അങ്ങ് പറയുന്നുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ അവരെല്ലാം ആക്ച്വലി ഒരു ഗ്യാങ് ആണ്. ഫ്രണ്ട്സ് ആണ്. വിനീത് ശ്രീനിവാസന്റെ ഒരു പടം ഉണ്ടെങ്കിൽ അവന്റെ ഒരു ഗ്യാങ് ഉണ്ടാവും. അപ്പൊ അവര് മൊത്തം അതിനകത്ത് ഉണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ അൽഫോൺസ് പുത്ര ആണെങ്കിൽ പുള്ളിന്റെ ഒരു ഗ്യാങ് ഉണ്ടാവും. നേരം അവര് ടീമാണ്. നേരം ഇത് ലൈറ്റ്. അപ്പൊ അപ്പൊ ആ ടീം എന്തായാലും ഉണ്ടാവും. അപ്പൊ ഗോൾഡിന്റെ ടീസർ വന്നിട്ടുണ്ട്. കുറച്ച് മുന്നേ വന്നതാണ്. അപ്പൊ നമുക്ക് തോന്നി നമുക്ക് ഒന്ന് റിയാക്ഷൻ ചെയ്താലോ? കണ്ടോക്കാം. ടീച്ചറല്ലേ പെട്ടെന്ന്. സ്റ്റാർട്ട്. ഗോൾഡ് ടീസർ സർട്ടിഫൈഡ് സ്റ്റാർട്ട്. മറ്റേ പ്രേമത്തിൽ അങ്ങനത്തെ അവരാ ഒരു ഫൈറ്റ് ചെയ്തിട്ട് ആ മുണ്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു അതേ ഒരു ആരവം ഇതിനും ഉണ്ടാവുമെന്ന് തോന്നുന്നു. ആക്ച്വലി ആ ഒരു BGM കണ്ട് നല്ല രസമുണ്ട്. ഞാൻ എന്താ വിചാരിച്ചത്, അതിൽ പൃഥ്വിരാജ് ഡാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നില്ലേ, ഒരു സീരിയസ് ആയിട്ട് വന്നിട്ട് ഞാൻ വിചാരിച്ച അവസാനം വന്നിട്ട് ഒരു കോമഡി എന്ന രീതിയിൽ അവരോട് വണ്ടി നിൽക്കുന്നു ഞാൻ വിചാരിച്ചത്. ജസ്റ്റ് അങ്ങനെ എന്റെ ഒരു തോട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ട്. അതിനകത്ത് നീ ജസ്റ്റ് ഉണ്ടായിന്, പിന്നെ വേറെ അടുത്ത ഉണ്ടായിട്ടേ ഡാൻസ് കളിക്കുന്നത്. ഓക്കെ, അതിന്റെ പ്രേമത്തില് ആ ന്യൂ ബോഡി ഡാൻസിന്റെ ഇടയിൽ ഓഡിയൻസിന് അതിന്റെ ഇടയിൽ ഡാൻസ് കളിക്കുന്നത് അങ്ങനെ എല്ലാവരും അതിനകത്തുള്ള ആൾക്കാരുടെ പ്രേമം ടീം ആക്ച്വലി നല്ല രസമായിരിക്കും. ആക്ച്വലി ഞാൻ ആ പ്രേമൊക്കെ ഇറങ്ങിയിട്ട് കഴിഞ്ഞ സമയത്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഫുൾ
നടന്മാരെല്ലാം ഡിറ്റോ കംപ്ലീറ്റ് നിവിൻ പോളിയാട്ടെ അവരുടെ ടീമാട്ടെ മൊത്തത്തിൽ ആ ഒരു അത്രയും ആൾക്കാരുടെ ഗെയിം വേറൊരു മൂവി ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പ്രേം 2 എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ സെയിം ആ ടീം മൊത്തത്തിൽ ഒരു മൂവി വേണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വൈബാ എല്ലാരും. അടിപൊളിയല്ലേ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ട് ആ മൂവിയിൽ ശരിക്കും കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ മൂവിയിലും അത് ശരിക്കും വർക്കൗട്ട് ആയിട്ടുണ്ട്. ആ ഫ്രണ്ട്സ് അവർക്ക് അവരറിയാം. അപ്പം ആ ഒരു മൂവിന്റെ നല്ല നല്ല രസമായിരിക്കും മൂവി. സത്യം എനക്കും അങ്ങനെ തന്നെ തോന്നുന്നു. പിന്നെ കുറേ ആൾക്കാരുണ്ട്. ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയുണ്ട്. സ്പെഷ്യൽ ആയിരിക്കും ഒരു മൂവി. പിന്നെ കുറേ ആൾക്കാരുണ്ട്. പിന്നെ ഓക്കെ പ്രത്യേകിച്ച് ലാസ്റ്റില് കണ്ടില്ല എന്താ വെച്ചാല് ഉറുമ്പിന്റെയും മറ്റേ ബട്ടർഫ്ലൈന്റെ എല്ലാം ആക്ച്വലി എന്നാ ഇവന്റെ പടത്തിൽ മെയിൻ ആയിട്ട് ഉണ്ടാകുന്ന സാധനമാണ്. ഇപ്പൊ നമ്മൾ പ്രേമത്തില് കണ്ടിട്ടുണ്ട്. ഇപ്പൊ അവർ രണ്ടാളും ഒന്നിക്കുന്ന സമയത്ത് പൂമ്പാറ്റ മീൻസ് ഒരുമിച്ച് ഉണ്ടാവുന്നതും അവർ അകലുന്ന സമയത്ത് പൂമ്പാറ്റ രണ്ട് സൈഡിലേക്ക് നേച്ചറായിട്ട് മനുഷ്യ ജീവിതം കുറെ ഇങ്ങനെ ഇതാക്കുന്ന രീതിയിലല്ലേ ആ ഒരു അങ്ങനെ സിംബോളിക് ആയിട്ട് പുള്ളി കുറെ കാണിക്കാറുണ്ട് ഇങ്ങനെ. പിന്നെ അങ്ങനെ തന്നെ ഇപ്പം നമ്മ പ്രേമത്തിലെ കടേന്റെ സീൻ കാണിക്കുന്ന സമയത്ത് അവിടുന്ന് കുറെ എന്താ വെച്ചാൽ കുറെ എന്താ ഇതുപോലത്തെ ജിലേബി അങ്ങനത്തെ കുറെ ഐറ്റംസ് കാണിക്കാറുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട കുറെ സാധനങ്ങൾ കാണിക്കാറുണ്ട്. അതേപോലെ തന്നെ അപ്പൊ അതേപോലെ തന്നെ പുള്ളി സിംബോളിക് ആയിട്ട് കുറെ സാധനങ്ങൾ കാണിക്കാറുണ്ട്. സംഭവങ്ങളുണ്ട് ആക്ച്വലി മൂവീസില്. ഇതും അതുപോലെ തന്നെ അതേപോലെ തന്നെ ആയിരിക്കും. ഏകദേശം അങ്ങനെ തന്നെ തോന്നുന്നത്. സിമ്പിൾ ആയിട്ട് ഭയങ്കര ഗംഭീരമായിട്ടൊന്നും കാണുന്നത് സിമ്പിൾ ആണ്. പക്ഷെ ജസ്റ്റ് ഒരു ഡാ മാത്രമല്ല ഡയലോഗ് എന്ന് പറയാൻ വേണ്ടിട്ട് തള്ളണമെന്നുള്ള എന്താ സംഭവല്ലേ. അപ്പൊ ഡാ എന്തോ ഭയങ്കര കാര്യമായിട്ട് എന്തൊക്കെയോ ഉള്ളു. ഡേറ്റ് ഒന്നും പറഞ്ഞല്ലേ? ഒന്നും പറ്റാ ഇല്ല. ടീസറല്ലേ ട്രെയിലർ എല്ലാം വരാനുണ്ടല്ലോ. കാത്തിരിക്കാം. എനിക്ക് തോന്നുന്നു വിഷു ടൈമിൽ എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നു അല്ലേ? കുറെ പൃഥ്വിരാജിന്റെ ഒരു പടം ഇറങ്ങിയിട്ട് അല്ലേ? കുറച്ചായി വന്നിട്ടില്ല. അല്ല പുള്ളിക്കാരൻ നായകനായിട്ടുള്ളൊരു പടം വന്നിട്ട് കുറച്ചായി. എന്തായാലും വിഷു ഉണ്ടാവുന്ന പ്രതീക്ഷിക്കാം. അൽഫോൺ KGF 2 ഉണ്ട്. ഇതും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നു. അപ്പൊ ഓക്കെ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് പറ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ പറ. ഓക്കെ നമുക്ക് ആക്ച്വലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കാത്തിരിക്കാൻ ഈ പടം കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ക്യാരക്ടർ കണ്ടിട്ടാകുമ്പോൾ ഒരു തമാശ ഒരു കോമഡീൻ്റെ കൂടെ ക്യാരി ചെയ്യുന്ന ആ ഒരു ഡയലോഗ് ഡെലിവറി ആ ഒരു നോട്ടം ഒക്കെ കണ്ടിട്ട് എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. ലൈക്ക് നോർമൽ ഒരു സീരിയസ് അല്ലാതെ കുറച്ചൊരു ഫൺ ആൻഡ് ആ ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടർ ആണ് തോന്നുന്നു. മേ ബി അത് കണ്ടിട്ട് അങ്ങനെയാ തോന്നിയത്. എനിക്കൊന്ന് സ്റ്റോറി മൊത്തത്തിൽ ഏകദേശം കുറെ കോമഡിയും കുറെ ആക്ഷനും കുറെ അങ്ങനെയൊക്കെ എന്തായാലും പ്രേമുണ്ടാവും. റിലേറ്റബിൾ ആവാനുള്ള എല്ലാവരായിട്ട് റിലേറ്റ് ചെയ്യുന്നതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെയാണ്. അത്രേ ഉള്ളൂ. ഓക്കെ അപ്പൊ അതായിരുന്നു ഗോൾഡ് മൂവി ടീസർ റിയാക്ഷൻ. അപ്പോൾ നിങ്ങളെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പൊ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും മാത്രമല്ല വേറെ ഒരുപാട് വീഡിയോസ് ഞങ്ങൾ ചെയ്യാറുണ്ട്. അപ്പൊ അത് ഞങ്ങളുടെ ചാനലിൽ കയറി നോക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അത്രേ ഉള്ളൂ. അപ്പൊ ഇനി വേറെ ഒരുപാട് വീഡിയോസ് ആയിട്ട് വരുന്നവരെ ബൈ.